നമസ്കാരം. നമ്മുടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, അതായത് പാരാമിലിറ്ററി ഫോഴ്സായ ITBPയിലേക്ക് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ, അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടില്ല, അതുപോലെ ആപ്ലിക്കേഷനും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ ഒഫീഷ്യലായിട്ട് ഷോർട്ട് നോട്ടീസ് അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മെയിൽസിനും ഫീമെയിൽസിനും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ്. ഗ്രൂപ്പ് എ പോസ്റ്റ്, ടെമ്പററി ബേസിസ്, താൽക്കാലിക നിയമനമായിരിക്കും. പിന്നീട് നിങ്ങളെ സ്ഥിരമാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ AC എഞ്ചിനീയർ 6 വേക്കൻസി, ജനറൽ 4 വേക്കൻസി, OBC 1, ST-കാർക്ക് 1 വേക്കൻസിയാണ്. ഈ ഒരു വേക്കൻസി ചേഞ്ച് ചെയ്യാനും ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ, കാരണം അത് ഷോർട്ട് നോട്ടീസിലും പറയുന്നുണ്ട്. 56,100 തൊട്ട് 1,77,500 വരെ ശമ്പളം കിട്ടാവുന്നൊരു പോസ്റ്റാണ്. 7th CPC ആണ് സാലറി ക്രൈറ്റീരിയ. അതായത് ഒരു ഉയർന്ന ശമ്പളത്തോടു കൂടി നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ജോലി, അടിപൊളി ജോബ് തന്നെയാണ്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് കാണാം 21 ഏപ്രിൽ മുതൽ 20 മെയ് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാം. ITBPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞ ഒരു വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും കാര്യങ്ങളും നോക്കാം. ഷോർട്ട് നോട്ടീസിൽ ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് കഴിഞ്ഞ വർഷം വിളിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിൻ്റെ ഏജും മറ്റു കാര്യങ്ങളും, സെലക്ഷൻ ക്രൈറ്റീരിയ മറ്റും കാര്യങ്ങളും എന്താണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC-കാർ 400 രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. ബോയ്സ്, SC ST ഫീമെയിൽസിനൊന്നും ഫീസ് വരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് കാണാം. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. SC ST ആണെങ്കിൽ 35 വരെയും OBC ആണെങ്കിൽ 33 വയസ്സ് വരെ അപേക്ഷ കൊടുക്കാൻ പറ്റും. ക്വാളിഫിക്കേഷൻ BTech, സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ഉള്ളവർക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഓർത്തിരിക്കുക, സിവിൽ എഞ്ചിനീയറിംഗിൽ BTech വേണം. ഹൈറ്റ് മിനിമം 165 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്കും 157 സെൻറ്റിമീറ്റർ ഫീമെയിൽസിന് വേണം. ചെസ്റ്റ് ബോയ്സിന് 81 സെൻറ്റിമീറ്റർ നോർമൽ വേണം. 86 സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആദ്യം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്, അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 100 മീറ്റർ റേസ്, 800 മീറ്റർ റേസ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട് ബോയ്സിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനുശേഷം റിട്ടൺ എക്സാമാണ്. ജനറൽ അവയർനെസ്, റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് സിലബസ് പേപ്പർ 1-ലും പേപ്പർ 2-ൽ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റീവ് ആയിരിക്കും. അതിനുശേഷം ഈ ഒരു എക്സാമും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഫിസിക്കൽ സ്റ്റാൻഡേർഡും മെഷർമെൻറ്റും കഴിഞ്ഞ ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് 50 മാർക്കിനും അതിനുശേഷം മെഡിക്കൽ എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 21-ാം തീയതിയാണ്. ഏപ്രിൽ 21-ാം തീയതി കറക്റ്റ് നിങ്ങളിലേക്കൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ വിത്ത് ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് കിട്ടാൻ സബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. ബൈ.